everyone and welcome back to my channel Kikification. Let's get Kikified. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രോമിസ് ചെയ്തിരുന്ന പോലെ നമ്മൾ മേക്കപ്പ് ഇൻ മൂവീസ് അനലൈസ് ചെയ്യാനായിട്ട് പോവാണ്. സോ എനിക്ക് കപ്പിൾ ഓഫ് ഡിസ്ക്ലെയിമേഴ്സ് പറയാനുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു മേക്കപ്പ് എക്സ്പേർട്ട് അല്ല, ഞാനൊരു ലൈസൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ ആയിട്ട് മാത്രം കാണുക, ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ അല്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ മൂവീസ് കാണാനും എല്ലാം. മൂവീസിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗമാണ് മോർ ദാൻ എഡിറ്റിംഗ്, ഡയറക്ഷൻ ഓർ എനിത്തിങ് എൽസ്, ആർട്ടിസ്റ്റ്. സോ അവരുടെ മേക്കപ്പ് അല്ലെങ്കിൽ അവരുടെ സ്റ്റൈലിങ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് മൂവീസിന്റെ. സോ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നുമ്പോൾ നമുക്ക് തോന്നും കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. സോ അങ്ങനത്തെ ഒരു കപ്പിൾ ഓഫ് എക്സാമ്പിൾസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോണത്. ആൻഡ് എനിക്ക് ചെറുപ്പം തൊട്ടുള്ള ഒരു വിയർഡ് ട്രേറ്റ് ആണ് ഇത്. ഞാൻ ഏത് മൂവി കാണുകയാണെങ്കിലും മേക്കപ്പും അവരുടെ സ്റ്റൈലിംഗ് ആണ് ആദ്യം നോട്ടീസ് ചെയ്യുക. മേക്കപ്പ് ഭയങ്കര ഷോക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി മൂവി തന്നെ ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് എൻ്റെ ഒരു വിയർഡ് ട്രേറ്റ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട്, അതായത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണം, അത്രേ ഉള്ളൂ. സോ ഇത് പ്യോർലി എന്റർടൈൻമെന്റ് ആണ്. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഞാൻ കുറച്ച് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഇതാണ് എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചപ്പോൾ ഏറ്റവും അധികം ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു മൂവി, പാണ്ടിപ്പട. സോ പാണ്ടിപ്പടയില് ഒരുവിധം എല്ലാവരുടെയും മേക്കപ്പ് ഷോക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എസ്പെഷ്യലി നവ്യ നായരുടെ മൂവിനേക്കാളും കൂടുതൽ സോങ്സിലത്തെ ലുക്സ് ആണ് കേട്ടോ ഭയങ്കര പ്രശ്നം. ഇപ്പൊ ഈ മൂവിയില് ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഇപ്പൊ സ്റ്റൈൽ ചെയ്തതാണെങ്കിൽ ഒരുവിധം എല്ലാവരെയും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ബ്രൈറ്റ് നിയോൺ കളേഴ്സ് അവർ യൂസ് ചെയ്യണേ. മേ ബി അതുകൊണ്ടായിരിക്കും മേക്കപ്പും ആ ഒരു സ്റ്റൈലില് ചെയ്തിരിക്കണേ. നവ്യ നായരുടെ ഈ ഒരു ലുക്ക് എടുക്കുകയാണെങ്കിൽ മെയിൻ പ്രശ്നം കോംപ്ലക്ഷൻ ആണ്. ഭയങ്കരമായിട്ട് കളർ കൂട്ടാൻ വേണ്ടി മേക്കപ്പ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. നവ്യ നായർക്ക് ഹാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ ഉള്ള ഒരു ആക്ട്രസ് ആണ് മലയാളത്തില്. ആൻഡ് ഹെർ ഫീച്ചേഴ്സ്, ഓ മൈ ഗോഡ്, ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു ആക്ട്രസും കൂടിയാണ്. ഒരു ഫേസ് റേഷ്യോയും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നവ്യയുടെ ഫേസിന്റെ ഒരു റേഷ്യോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നമായിരിക്കും എല്ലാവർക്കും കളർ കൂട്ടാന്നുള്ളതാണ് ബ്യൂട്ടി എന്നുള്ള കോൺസെപ്റ്റ്. അതുകൊണ്ടാണല്ലോ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ഇത്ര ട്രെൻഡിങ് ആയിരുന്നത്. रौनक लाइए सिर्फ 9 सेकंड में। फॉरेन पासपोर्ट दैट साइड मैम। ਤੁਸੀਂ ਕੀ ਕਹਿ ਰਹੇ ਹੋ ਜੀ? आज ही 9x अपनाइए। മേ ബി അതുകൊണ്ടായിരിക്കും ഇത്രയ്ക്കും വെളുപ്പിക്കാൻ നോക്കിയിട്ടുള്ളത്. പക്ഷെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിൽ മാത്രമല്ല, നവ്യനെ ഒത്തിരി മൂവീസിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി വെച്ച പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്, മര്യാദക്ക് ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാതെ. അപ്പൊ മൊത്തത്തില് ഭയങ്കര ആഷിയാണ് കാണാൻ, അതാണ് മെയിൻ പ്രശ്നം. എനിക്ക് നവ്യ നായറിന്റെ ഇഷ്ടമുള്ള ഒരു ലുക്ക് കല്യാണരാമനത്തെ ലുക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് മൂവിയുള്ള നന്ദനത്തിലും നവ്യ നായരുടെ ലുക്ക് ഭയങ്കര ഐക്കോണിക് ആണ്. ലൈക്ക് ഭയങ്കര നാച്ചുറൽ എന്ന് പറഞ്ഞാൽ തീരെ മേക്കപ്പ് ചെയ്തിട്ടില്ല തോന്നുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് പ്രണവ് മോഹൻലാൽ ഇൻ വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ വർഷങ്ങൾക്ക് ശേഷം മൂവി കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇതെനിക്ക് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ 2-3 പേര് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു സജഷനാണ്. എസ്പെഷ്യലി ഓൾഡ് ആക്കിയിട്ടുള്ള പ്രണവിന്റെ ലുക്ക്. എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് യേശുക്രിസ്തു തന്നെയാണ്. ആക്ച്വലി എന്തിനാണ് ഇത് ചെയ്തത് എനിക്കറിയില്ല. ശരിക്കും കണ്ടുകഴിഞ്ഞാൽ നമുക്കും തോന്നും പൗഡർ ഇട്ട് വെച്ച പോലെ. പിന്നെ വിഗ് സെലക്ഷൻ ആണെങ്കിലും പ്രണവിന്റെ ഒരു ടോട്ടൽ ലുക്കിന് തീരെ ചേരാത്തൊരു വിഗാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു യങ് ബോയ്ക്ക് താടിയും മുടിയും വെച്ചു കൊടുത്തതാണെന്ന് കണ്ടറിയാം. അതാണ് അതിന്റെ മെയിൻ പ്രശ്നം. പിന്നെ എനിക്ക് കുറച്ച് സജഷൻസ് തോന്നിയത് കുറച്ച് റിങ്കിൾസും കുറച്ച് ലൂസ് സ്കിന്നും ഒക്കെ ആഡ് ചെയ്യായിരുന്നു. എഫേർട്ട് തീരെ ഇടാത്ത പോലെ ഫീൽ ചെയ്തു എനിക്ക്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് മീന ഇൻ ദൃശ്യം. മീനന്റെ ദൃശ്യത്തിലെ ലുക്കിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ദൃശ്യം 1-ലോ അതെ 2-ലോ അതെ 2-ലും ഉണ്ട് ആക്ച്വലി ഈ പ്രശ്നം. 2-ല് കുറച്ചും കൂടെ കൂടുതലാന്ന് തോന്നുന്നു എനിക്ക്. ആ ഒരു പ്രദേശത്തിന് ചേരാത്തേ പോലാണ് സ്റ്റൈൽ ചെയ്തിരിക്കണ മീനനെ. സോ എസ്പെഷ്യലി ഹെയർ കളർ ചെയ്തിരിക്കണമെങ്കിലും ഒരു ടിപ്പിക്കൽ ഗ്രാമപ്രദേശമാണല്ലോ കാണിക്കണേ. സോ എസ്പെഷ്യലി ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നണില്ല അത് റിയലിസ്റ്റിക് ആണെന്ന്. ആൻഡ് അത് മാത്രമല്ല, മേക്കപ്പ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു മുളച്ചു നിൽക്കണ പോലെ ഉണ്ടായിരുന്നു. ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ആ പ്രദേശത്തിനോട് ബ്ലെൻഡ് ആകുമ്പോൾ ഈവൻ മോഹൻലാൽ പോലും മീനന്റെ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് മുളച്ചിക്കണ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അഭിനയ വയസ്സൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ഈ ഒരു ലുക്ക് മാത്രം ഭയങ്കര അങ്ങനെ തോന്നുന്നു നമുക്ക്. നമ്മൾ രാത്രി ഇപ്പൊ കണ്ടില്ലേ, കിടക്കാൻ നേരത്ത് മാക്സി ഇട്ടിട്ടുള്ള ഒരു ലുക്കില് ഐ ഷാഡോ, ലാഷസ്, കണ്ണ് എഴുതിയിട്ടുണ്ട്, നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. സോ മീനന്റെ ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ജസ്റ്റ് ഒരു വെക്കേഷന് വേണ്ടി വിസിറ്റ് ചെയ്യാൻ വന്ന പോലെയാണ്. ആൻഡ് ആ ട്രിപ്പിന് വരുന്നതിന് മുന്നേ തലേ ദിവസം സെഫോറയിൽ സെയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഏതോ ഒരു ഇന്റർവ്യൂല് ജീത്തു ജോസഫ് പറയണ കേട്ടായിരുന്നു, അത് അവരുടെ ആർട്ടിസ്റ്റോ അവരെ സമ്മതിച്ചില്ല, അവർക്ക് ആ ലുക്കിലാണ് വേണതെന്ന് പറഞ്ഞു എന്ന്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരൊറ്റ കാര്യം എനിക്ക് ദൃശ്യത്തില് ചേഞ്ച് ആവായിരുന്നു എന്ന് തോന്നിയത്. പക്ഷെ മൂവി അടിപൊളിയാണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, അത് വിട്ട് കളയാം.
ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അഗൈൻ നമ്മളൊരു സൂപ്പർ സ്റ്റാറിനെയാണ്, മമ്മൂട്ടി ഇൻ ബൽറാം വേഴ്സസ് താരാദാസ് ആൻഡ് ലവ് ഇൻ സിംഗപ്പൂർ. 2 മൂവിയിലും ഉണ്ട്. പക്ഷെ മെയിനായിട്ട് ബൽറാം വേഴ്സസ് താരാദാസ് ആണ്. സോ ആ മൂവിയിൽ എൻ്റെ മോനെ, സോ മമ്മൂട്ടീൻ്റെ വിഗാണ് മെയിൻ പ്രശ്നം. അതെനിക്ക് അറിയില്ല ഇത് ആരെ ഈ വിഗ് സെലക്ട് ചെയ്തത്. എനിക്ക് എന്തായാലും കണ്ടാകൊള്ളാന്നുണ്ട്. എൻ്റെ മോനെ മമ്മൂട്ടിക്ക് ഒട്ടും ചേരില്ല എന്ന് മാത്രമല്ല, അതൊരു മാതിരി ഫാൻസി ഡ്രസ്സിനൊക്കെ ഇടുന്ന പോലത്തെ ഒരു വിഗ്. പിന്നെ ഫേസ് മേക്കപ്പ് ആണെങ്കിലും എനിക്ക് അറിയില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സോ ടോട്ടൽ സ്റ്റൈലിംഗ് ഭയങ്കര ഷോക്കായിരുന്നു. ആ വിഗ് സെലക്ട് ചെയ്താണ് എന്റെ കൈ കിട്ടേണ്ടല്ലോ. ലോറൻസ് ഏട്ടൻ ഏത് വിഗ് എടുത്ത് തലയിൽ വെച്ചാലും നല്ല മാച്ചാണ് ട്ടോ. പക്ഷെ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇപ്പം മമ്മൂട്ടീൻ്റെ പഴയ കാലത്തെ ആ ഒരു ഇടക്കാലത്തുള്ള സ്റ്റൈലിംഗ്, ലവ് ഇൻ സിംഗപ്പൂർ, പിന്നെ ഏതൊക്കെയോ മൂവീസ് ഉണ്ടല്ലോ ഇങ്ങനെ കുറച്ച് യോയോ കൈൻഡ് ഓഫ് റോൾസ് ചെയ്തിരുന്ന. പക്ഷെ അതിന് എത്ര ഗ്രോ ചെയ്തു മമ്മൂട്ടി ആസ് ആൻ ആക്ടർ. ഇപ്പൊ ഏജിനനുസരിച്ചുള്ള റോൾസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയല്ലേ. ഭീഷ്മയിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വൺ. ഓ മൈ ഗോഡ്, ഇത് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ഉള്ള ഒരു കാര്യമാണ്. മഞ്ജു വാര്യർ ഇൻ ഹൗ ഓൾഡ് ആർ യു. മഞ്ജു വാര്യർ ആസ് ആൻ ആക്ട്രസ് ഞാൻ ഭയങ്കര ഹ്യൂജ് ഫാനാണ്. ഭയങ്കര ഇഷ്ടമാണ് മഞ്ജു വാര്യർ ആസ് എൻ ആക്ടർ. പക്ഷെ ഇതൊരു കംബാക്ക് മൂവി അല്ല. അപ്പൊ ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കോസ്റ്റ്യൂം ഡിസൈനർ അടിപൊളി ഒരു ഫാന്റാസ്റ്റിക് ജോബാണ് ചെയ്തിരിക്കണത്. കാരണം അതിലത്തെ ഓരോ സാരിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിന്റെ സാരീസ് എന്ത് രസ, കോമ്പിനേഷനും കളർ കോമ്പിനേഷനും എല്ലാം നല്ല രസമായിരുന്നു. പക്ഷെ മേക്കപ്പ് പോയി. ബിഗിനിങ്ങിൽ കുറച്ചും കൂടെ ടയേർഡ് ഐ ബാഗ്സ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഫേസ് ആയിരിക്കും കാണിക്കാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ഓവർ ദ ടൈം അത് കുറച്ച് ഇമ്പ്രൂവ് ആയി വരുന്ന പോലെ ആയിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ ബ്ലാക്ക് സ്മോക്കി ഐ ഷാഡോ അല്ലല്ലോ അതിനുള്ളൊരു മെത്തേഡ്. ലൈക്ക് ബ്ലാക്ക് സ്മോക്കി ഐ ഷാഡോ കാണുമ്പോൾ നമുക്ക് അറിയാം അത് സ്മോക്കി ഐ ഷാഡോ ആണ് ഇട്ടിരിക്കണത്. ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര വാഷ് ഔട്ട് ആയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ഫ്രെയിംസിലും ഭയങ്കര വാഷ്ഡ് ഔട്ട് ആണ് ലിപ്സ്റ്റിക്. പക്ഷെ എനിക്ക് അറിയില്ല വാട്ട് വെൻ റോങ്, കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. മേ ബി അന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഉദ്ദേശം, എനിക്ക് അറിയില്ല. പക്ഷെ സ്റ്റിൽ ഒരു ബ്ലാക്ക് സ്മോക്കി ഐ ഷാഡോ എങ്കിലും ഒഴിവാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബട്ട് റെസ്റ്റ് ഓഫ് ഇറ്റ് ലൈക്ക് ഹെയർ സ്റ്റൈൽ, കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓവർ ദ ടൈം ഓരോ മൂവി കഴിയുന്തോറും മഞ്ജു വാര്യറിന്റെ ലുക്ക് ലൈക്ക് മേക്കപ്പ് നല്ല ബെറ്ററായി വരുന്നുണ്ട്. സോ ദാറ്റ്സ് അമേസിങ് ടു സീ. അടുത്തത് ഇത് പ്രോബബ്ലി നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. മീര ജാസ്മിൻ ഇൻ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. കുട്ടി സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. മീര ജാസ്മിന്റെ ഫേസ് എന്താ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കാണ് മൂവിയിൽ അത്ര പ്രശ്നമില്ല, ആ സോങ്ങിലാണ് മെയിൻ പ്രശ്നം. ഭയങ്കരമായിട്ട് പെയിന്റ് അടിച്ച പോലത്തെ ഒരു ലുക്കാണ് ആക്കി വെച്ചിരിക്കണേ. ഒട്ടും ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യണതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യണതിലുപരി ഫീച്ചേഴ്സ് ഒക്കെ മാറ്റി കളഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ബ്രൗസൊക്കെ ഒരു വര പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ബ്ലഷും എല്ലാം ഒട്ടും കുറച്ചിട്ടില്ല. ആക്കിയോണ്ട് നല്ല ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫേസ് മേക്കപ്പ് മാത്രമല്ല, ഹെയർ സ്റ്റൈലിംഗ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് കുറയ്ക്കാതെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേറൊരു മൂവിയാണ് മൊഹബത്ത് എന്നാണ് തോന്നുന്നു പേര്. ഒരു ഇടക്കാലത്ത് ഇറങ്ങിയ ഒരു ഫ്ലോപ്പ് മൂവി ആയിരുന്നു ആക്ച്വലി. പക്ഷെ ആ മൂവിയിലും ഇതേപോലെ അത് ത്രൂ ഔട്ട് മൂവി അങ്ങനെ കേട്ടോ സ്റ്റൈൽ ചെയ്തിരിക്കണം മീര ജാസ്മിൻ. എന്റെ പൊന്നോ, എനിക്കത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു അച്ചുവിന്റെ അമ്മ, ആ ഒരു കാലത്തിലൊക്കെയുള്ള മീര ജാസ്മിൻ നല്ല രസമല്ലേ. മേക്കപ്പ് ആണെങ്കിലൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട്, എന്നാൽ നല്ല രസമുണ്ട് കാണാൻ സ്റ്റൈൽ ചെയ്തിരിക്കണമെങ്കിലും. കുറച്ചും കൂടെ ടൈം കഴിഞ്ഞപ്പോൾ മീര ജാസ്മിന് എന്താ കോൺഫിഡൻസ് പോയതാണോ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കരമായിട്ട് മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ ഭയങ്കര ചേരാത്ത പോലെ ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്ത. ലൈക്ക് ഏജ് പോകുന്തോറും നമ്മൾ ഇൻസെക്യൂർ ആവേണ്ട ആവശ്യമില്ല, അതൊരു പ്രിവിലേജ് ആണല്ലോ ഏജ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഇസ് ദിലീപ് ഇൻ പച്ചക്കുതിര ആൻഡ് കൽക്കട്ട ന്യൂസ്. പക്ഷെ കൽക്കട്ട ന്യൂസിൽ എനിക്ക് അത്രയും ഇത് തോന്നുന്നില്ല. കാരണം എന്താ പറയുക, ആ മൂവിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടോണിന് മേ ബി അത് കുറച്ചും കൂടെ ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പച്ചക്കുതിരയെല്ലാം എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്ത് വിഗ്ഗാ വെച്ചിരിക്കണേ ദിലീപ്, എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ശോകമായിരുന്നു മേക്കപ്പും വിഗും. സോ എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചുകൂടെ നോർമൽ അങ്ങനത്തെ സ്റ്റൈലിംഗ് എന്തെങ്കിലും ചെയ്യായിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് മോഹൻലാൽ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇൻ ഒടിയൻ. ഇത് ഞാൻ തന്നെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയണ്ടാവും. ഒടിയനിലെ മോഹൻലാലിന്റെ ഒരു സ്റ്റൈലിംഗ് ആൻഡ് ഫേസ് അതെനിക്കൊരു മേക്കപ്പിന്റെ അല്ല. ഐ വാസ് ഗോയിങ് ത്രൂ ദോസ് പ്രൊസീജിയേഴ്സ്. ഒബ്വിയസ് ആയിട്ട് പറയാൻ പറ്റില്ല, ബട്ട്
ഐ തിങ്ക് ഹി ഹാസ് ഓൾസോ അഡ്മിറ്റഡ് ലൈക്ക് അണ്ടർ ഐ റീകൺസ്ട്രക്ഷൻ സർജറി എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. സോ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും മേ ബി, അതുകൊണ്ടായിരിക്കും. ഭയങ്കര ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതില്. ലൂസിഫറും പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഒരുവിധ എല്ലാ മൂവീസിലും നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ. അപ്പൊ എനിക്ക് തോന്നുന്നത് ചെയ്ത് ഇപ്പം കഴിഞ്ഞു പ്രൊസീജിയർ. സോ മേ ബി അതുകൊണ്ടായിരിക്കും, നമുക്ക് അറിയില്ല. പക്ഷെ ആ മൂവി ഫോർ അവർ അത് അങ്ങനെ തന്നെ കിടക്കുമല്ലോ, അപ്പൊ അതാണ് പ്രശ്നം. മൂവി തന്നെ ഒരു ഡിസാസ്റ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അത് കുറച്ച് ശ്രദ്ധിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ആ മൂവി ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒടിയൻ ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയായിരുന്നു. എൻ്റെ കോൺസെപ്റ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ ഒരു ലുക്കിൽ മോഹൻലാലിനെ കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് ഭയങ്കര, എനിക്ക് നല്ല ഒരു എല്ലാവർക്കും അത് തന്നെയായിരുന്നു പ്രശ്നം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് ആക്ച്വലി ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. സോ എനിക്ക് അറിയില്ല ഇത് ആക്ച്വലി ആപ്ലിക്കബിൾ ആണോ എന്ന് വരെ, പക്ഷെ സ്റ്റിൽ എനിക്കിത് ആഡ് ചെയ്യാൻ തോന്നി. വിച്ച് ഇസ് ഭാവന ഇൻ CID മൂസ. ഭാവന ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യും, മേക്കപ്പ് ആണെങ്കിലും എല്ലാം ടോപ്പ് നോച്ചാണ്. പക്ഷെ ഈ ഒരു കാലത്ത് ലൈക്ക് CID മൂസ, സ്വപ്നക്കൂട്, ആ സമയത്തൊക്കെ ഭാവനയുടെ സ്റ്റൈലിങ് ഭയങ്കര ഷോക്കായിരുന്നു. സോ പിന്നെ ഭയങ്കര യങ്ങും ആയിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും അങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റൈൽ ചെയ്യണമെന്ന് നമുക്കും അറിയില്ലല്ലോ ആ ഒരു കാലത്ത്. ഹെയർ ആണെങ്കിലും ഭയങ്കര എന്താ പറയുക, ഡ്രൈ ആയിട്ട് ഒട്ടും സ്റ്റൈൽ ചെയ്തിട്ടില്ല ഹെയർ, വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കണ പോലെ. അതുപോലെ മേക്കപ്പിനാണെങ്കിലും ഒട്ടും എഫേർട്ട് ഇടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. കോസ്റ്റ്യൂംസും എല്ലാം, ഈവൻ സോങ്സിലെ കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ, അതെന്താ അങ്ങനെ. പിന്നെ ഞാൻ എവിടേക്കോ കേട്ടു അതിലും ഭാവന മെയിനായിട്ടുള്ള ഡ്രസ്സുകൾ വേറെ സോങ്സിൽ, വേറെ ഏതോ മൂവീസിലെ സോങ്സിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ഇട്ടിട്ടുണ്ട്. പറയുമ്പോൾ ഇത്ര നല്ലൊരു മൂവിയല്ലേ CID മൂസ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമഡി മൂവിയാണ്. അപ്പൊ അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ദ ലാസ്റ്റ് വൺ ബിഫോർ ദ ബോണസ് വൺ ഇസ് മെഡോണ ഇൻ കിങ് ലയർ. സോ ഇത് എനിക്കറിയില്ല എത്രത്തോളം പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര കണ്ടില്ല, ഇതാരും മെൻഷൻ ചെയ്ത് കണ്ടില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ക്രിഞ്ചടിക്കണ ഒരു ലുക്കാണിത്. കാരണം മെഡോണ പ്രേമത്തിൽ വന്നിട്ട് ഷീ സ്റ്റോൾ അവർ ഹാർട്ട്സ്. ആ ഒരു മൂവിക്ക് ശേഷം ഒരൊറ്റ മൂവിയിൽ പോലും മെഡോണനെ മര്യാദക്ക് സ്റ്റൈൽ ചെയ്ത പോലെ ഞാൻ കണ്ടിട്ടില്ല. സോ എനിക്ക് ഫീൽ ചെയ്തത് എന്താ അവരങ്ങനെ ചെയ്യണ, സ്റ്റൈൽ ചെയ്യാൻ അറിയാണ്ടായിരിക്കും മേ ബി, അറിയില്ല. ഈ മൂവിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദ ഹെൽ, എസ്പെഷ്യലി ഫാഷൻ ഷോന്റെ സീൻസിൽ. ലൈക്ക് ഫാഷൻ കോൺടെസ്റ്റ് നടക്കുമ്പോൾ എങ്കിലും അവർക്ക് ശ്രദ്ധിക്കായിരുന്നു അറ്റ്ലീസ്റ്റ് നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ. ഈ ഒരു മൂവിൽ മാത്രമല്ല കേട്ടോ, അതിനുശേഷം ഏതൊക്കെയോ 2-3 മലയാളം മൂവീസിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. ലൈക്ക് ഭയങ്കരമായിട്ട് ചേരാത്ത രീതിയിൽ മേക്കപ്പും ഹെയറും ഒക്കെ ചെയ്തിരിക്കണത്. പിന്നെ വിജയന്റെ കൂടെയുള്ള ലാസ്റ്റ് ഒരു മൂവിയിൽ ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ലിപ് ഫില്ലേഴ്സ് വെച്ചു മെഡോണ. സോ ഇപ്പൊ ചായ തന്നെ മാറി. നമ്മുടെ കോർട്ട്നി കോക്സ് ഒക്കെ ഇല്ലേ ഫ്രണ്ട്സിലെ, അവരൊക്കെ ലിപ് ഫില്ലർ ചെയ്ത പോലെ തോന്നി. എന്തിന് ഇത്രയും ഭംഗിയുള്ള ആൾക്കാർ ലിപ് ഫില്ലറൊക്കെ ചെയ്യണം, എനിക്കറിയില്ല, അത് ചോയ്സാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എ ബോണസ് വൺ. ആൻഡ് ഇതൊരു മൂവി മേക്കപ്പ് അല്ല, എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, കാരണം ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളൂ. ദാറ്റ് വാസ് നസ്രിയയുടെ വെഡിങ് മേക്കപ്പ്. നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരുന്നിട്ടുള്ള ഒരു സംഭവം അല്ലേ നസ്രിയ ഫഹദ് വെഡിങ്. അതില് നസ്രിയ എന്ത് മേക്കപ്പ് ആയിരിക്കും ചെയ്യുക. നസ്രിയയുടെ എൻഗേജ്മെന്റിന്റെ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആൻഡ് ഓ മൈ ഗോഡ്, ഞാൻ ഒരിക്കലും ഫോഗീവ് ചെയ്യില്ല അത് ചെയ്താൽ. ടൂ മച്ച് എന്ന് എനിക്ക് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. കാരണം വെഡിങ് മേക്കപ്പ് ഓബ്വിയസ്ലി കുറച്ച് ഹെവി ആയിട്ട് ചെയ്യാറുണ്ട്, പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പക്ഷെ കമ്പയർഡ് ടു എൻഗേജ്മെന്റ് എന്താ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ ആയിരുന്നില്ല. കുറച്ചും കൂടെ സ്കിൻ ടോൺ മാറ്റി, ഐ ഷേപ്പ് മാറ്റി, അങ്ങനെ മൊത്തത്തില് നസ്രിയന്റെ ഫേസിന്റെ ചായ തന്നെ മാറിയ പോലെയായിരുന്നു ആ ഒരു ലുക്കില്. പിന്നെ സെക്കൻഡ് പ്രശ്നം വാസ് ക്ലോത്ത്സ്. അതിന്റെ ഫിറ്റിംഗ് ഭയങ്കര പ്രശ്നമായിരുന്നു. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കുറെ പേര് അത് അനലൈസ് ചെയ്യാനായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. ആൻഡ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ ജസ്റ്റ് എന്റർടൈൻമെന്റ് പർപ്പസിനാണ് ഈ വീഡിയോ ചെയ്തത്. എനിവേസ് ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.